നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പിൻ പർച്ചേസ് എങ്ങനെയാണ്. ഈ ബയോട്രോൺ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് നോർമലി നമ്മൾ പറയുന്നത് പിൻ എടുക്കുക എന്ന് പറയും, പിൻ പർച്ചേസ് എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഗൂഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബയോട്രോൺ ലോഗിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള biomagneticmatrix.com ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും, ലോഗിൻ പേജ് വരും. അവിടെ ID നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ വെബ് പേജ്. അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കമ്പനിയിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ് ആദ്യം. ഒരു പിന്നെടുക്കാൻ പോകുന്നതിൻ്റെ മുന്നേ, ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിലേക്ക് ക്യാഷ് അയക്കണം. ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഒരു സ്ലിപ്പ് കിട്ടും. ഇതിലെന്തുണ്ടാവും, ഇതിൽ നമ്പർ കാണുന്നില്ല, IMPS നമ്പർ. ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഡേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ എമൗണ്ട് ഉണ്ടാവും. 16,500 ഒരു പിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സൂപ്പർ ഡീലക്സ് ഫാമിലി കിറ്റിൻ്റെ പിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതെന്ത് ചെയ്യുക, നമ്മൾ ഗാലറിയിൽ ആ സ്ക്രീൻഷോട്ട് അവിടെ സേവ് ചെയ്ത് വെക്കുക. പിന്നീട് ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ UTR നമ്പർ, ആ നമ്പറാണ് നമുക്ക് ഈ കമ്പനിയിൽ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ മെനു ആണ് നമ്മൾ പിന്നെടുക്കുന്നത്. ഫസ്റ്റ് പർച്ചേസ് ഫോർ അവയർനെസ് എന്നുള്ള ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ് മെനുകളുണ്ടാവും. ABCDEF GHI അങ്ങനെ കുറേ സബ് മെനുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു മെനു എന്ന് വെച്ചാൽ 4D എന്നുള്ള മെനു നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് കമ്പനി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. കാരണം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയാൽ മാത്രമേ നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡിയിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അവിടെ നമ്മൾ ആ UTR നമ്പർ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് തൊട്ട് താഴെയുള്ള ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട്, ഈ ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെനു 4E ആണ്. 4E എന്ന് പറയുന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ID ഡീറ്റെയിൽസ് ഒക്കെ വരും, പേരും കാര്യങ്ങളൊക്കെ വരും. തൊട്ട് താഴെ ഇവിടുന്ന് ഈ സെലക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓൺലൈൻ നെറ്റ് ബാങ്കിങ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ എന്ത് ചെയ്യുക, എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് അത് ആ സ്ലിപ്പിലുള്ള എമൗണ്ട് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ തൊട്ട് താഴെ കമ്പനിയുടെ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്, ആ ബാങ്ക് അക്കൗണ്ട്. നോർമലി നമ്മൾ 9677 എന്ന് പറയുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് HDFC ബാങ്കിലാണ് പിന്നെടുക്കാൻ വേണ്ടി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. ഞാനും അതിലാണ് ചെയ്തത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. UTR നമ്പറാണ് ചോദിക്കുന്നത്. ആ നമ്പർ എന്ത് ചെയ്യുക, IMPS UTR നമ്പർ അവിടെ കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക മീൻസ് വെച്ചാൽ ഏത് ഡേറ്റിലാണ്, ഞാൻ ഇന്നലെ രാത്രിയാണ് ട്രാൻസ്ഫർ ചെയ്തത്, അതുകൊണ്ട് ആ ഡേറ്റ് കൊടുത്തു. തൊട്ട് താഴെ ട്രാൻസ്ഫർ ചെയ്ത ടൈമുണ്ട്. അപ്പോൾ ഞാൻ രാത്രി 10 PM അപ്പോൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈം. ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബ്രാഞ്ച് ഡീറ്റെയിൽസ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ചൂസ് ഫയൽ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതിൻ്റെ പ്രൂഫാണ്, നമ്മുടെ ട്രാൻസാക്ഷൻ റെസീറ്റ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഗാലറിയിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് അറ്റാച്ച്, ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യുക. ഇനിയാണ് പിന്നെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ഓപ്ഷൻ കാണും. നമുക്ക് നമ്മൾ ID ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ID രജിസ്റ്റർ ചെയ്ത് ആ ID ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിർബന്ധമായിട്ടും ഫസ്റ്റ് പർച്ചേസ് എന്നുള്ള പിന്ന് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് നിലവിലുള്ള ആക്റ്റീവായ IDകളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പർച്ചേസ് വില്ലിംഗ്ലി റീപർച്ചേസിലാണ് എടുക്കേണ്ടത്. വില്ലിംഗ്ലി റീപർച്ചേസ് നടന്നു കഴിഞ്ഞാലും നമ്മുടെ ജീനിയസ് വിന്നർ ടീമിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാമിലി ബോണസ്, അവയർനെസ് ബോണസും കിട്ടും. അപ്പോൾ ഈ 2 ഓപ്ഷൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ആക്ടിവേഷന് വേണ്ടിയുള്ള സമയത്ത് മാത്രം. 3ാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്ലി റീപർച്ചേസ്.
അപ്പോൾ മന്ത്ലി റീപർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും മൈ മന്ത്ലി സെൽഫ് പ്രൊഡക്റ്റ് റീപർച്ചേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്, ഒരു ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. എനിക്ക് വേണ്ട കാറ്റഗറി ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന 16,500 സൂപ്പർ ഡീലക്സ് ആയതുകൊണ്ട് തന്നെ ഓൾ ടൈപ്പ് ഓഫ് ബയോമാഗ്നറ്റിക് മാട്രസ് പ്രൊഡക്റ്റിലാണ് ഉള്ളത്. ഓക്കെ, തൊട്ടടുത്ത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ 16,500 പ്രൊഡക്റ്റ് മൈ പർച്ചേസ് സൂപ്പർ ഡീലക്സ് പ്രൊഡക്റ്റ് 16,500 100 PV സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ഇവിടെ ഉള്ളത് 3 ഓപ്ഷൻ. ഇവിടെ പ്രൊഡക്റ്റ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈപ്പ്, തൊട്ടടുത്ത് സ്റ്റാൻഡേർഡ് കളർ. ഓക്കെ, ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഫാമിലി കിറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ വാണ്ട് 2 ക്വാണ്ടിറ്റി സിംഗിൾ ബെഡ് സൈസ് എന്ന് വെച്ചാൽ 6:3 ഷീറ്റാണ് വേണ്ടതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് 6:5 ഒരു കിങ് സൈസ് ആണെങ്കിൽ തൊട്ട് താഴെ ഉള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നോർമൽ കേസിൽ നമ്മൾ 2 ഷീറ്റുള്ളതാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇതെനിക്ക് വേണ്ടത് ഫസ്റ്റ് ഓപ്ഷനാണ്, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. പിന്നീടുള്ളത് ഇവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 16,500 1 അല്ലേ. അപ്പോൾ 1 ക്ലിക്ക് ചെയ്യുന്നു, 1 ടൈപ്പ് ചെയ്യുന്നു, തൊട്ടടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 16,500 വന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏഡ് ചെയ്യണം. ഈ ഒരു പിന്ന് ഈ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഏഡ് കൊടുക്കുക. ഏഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, ഇനി 1 കൂടുതൽ പിന്ന് 9 പിന്ന് വരെ നമുക്ക് ഒരേ സമയം പർച്ചേസ് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റോ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ട് താഴെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് അയക്കുമ്പോൾ ഒരു 16,500 ഒരു 9,800 10,700 അങ്ങനെയാണെങ്കിൽ ഒന്നിച്ചിട്ട് പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത സ്ലിപ്പാണ് മുകളിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ആ ടോട്ടൽ എമൗണ്ടാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് നമുക്ക് 3 പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ ഒരു കോഡ് ഉണ്ടാവും, ആ കോഡ് ടൈപ്പ് ചെയ്യാണ്. 6RY7 കോഡ് സേവ് കൊടുക്കുന്നു. അപ്പം എന്തായി, അവിടെ പിൻ പർച്ചേസ് പ്രോസസ്സ് കഴിഞ്ഞു. 4ാമത്തെ മെനുവിൽ വീണ്ടും ബി ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത പിന്ന് നമുക്ക് അവൈലബിൾ ആകുന്ന ഒരു സ്ക്രീൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഡേറ്റ്, പ്രൈസ്, പിന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ബാങ്കിലേക്ക്, കമ്പനിയുടെ HDFC ബാങ്കിലേക്ക് ക്യാഷ് അയച്ചു. അത് എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ഏതാ വേണ്ടതെന്നുള്ളത് അതിൻ്റെ പിന്ന് പർച്ചേസ് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പിന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആ ആക്ടിവേറ്റ് ചെയ്യുന്ന മെനു എന്ന് പറയുന്നത് ഇതാണ്, 4 B ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത പിന്നുകളൊക്കെ ഇവിടെ കാണും. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലാസ്റ്റ് കോളത്തിൽ റെഡ് കളറുള്ള അവിടെ ക്ലിക്ക് ടു ആക്ടിവേറ്റ് ഈ വൈഡോറിയം പ്രോഡക്റ്റ് പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീന് വരും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഏത് ഐ ഡി ആണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആ ID നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ വരും. പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ടു പിക്കപ്പ് സെൻറ്റർ, അതേപോലെ ടു ഇബൈഡർ അഡ്മിൻ ഉണ്ട്. അപ്പോൾ പിക്കപ്പ് സെൻറ്ററിലേക്കാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പിക്കപ്പ് സെൻറ്ററിൻ്റെ ID അറിഞ്ഞിരിക്കണം. കമ്പനിയിലേക്ക് നേരിട്ട് അയക്കുവാണെങ്കിൽ ടു ഇബൈഡർ അഡ്മിൻ, ഇന്ത്യയിൽ എവിടെയും കമ്പനി ഡെലിവറി ചെയ്യും. അപ്പോൾ ഞാൻ പിക്കപ്പ് സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് പിക്കപ്പ് സെൻറ്റർ കൊടുക്കുന്നു. ഇവിടെ പിക്കപ്പ് സെൻറ്റർ ID കൊടുക്കുക. ഓക്കെ, ആ പിക്കപ്പ് സെൻറ്റർ ID കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ID നമ്പറും അവിടെ പേരും വരും. തൊട്ട് താഴെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഒന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐ വാണ്ട് 2 ക്വാണ്ടിറ്റി സിംഗിൾ ബെഡ് സൈസ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ബൈ ഹാൻഡ് ഡെലിവറി, കൊറിയർ ഒക്കെ ഉണ്ട്. നോർമലി പിക്കപ്പ് സെൻറ്ററിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബൈ ഹാൻഡ് ഡെലിവറിയാണ്, അവരൊന്നും കൊറിയർ ചെയ്യുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈ ഹാൻഡ് ഡെലിവറി ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ID എന്ത് ചെയ്തിട്ടുണ്ടാവും, ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സിമ്പിളാണ് ഒരു പിൻ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. പിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വരുമാനം വരൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ റീപർച്ചേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റീപർച്ചേസ് എപ്പോഴാണ് നെക്സ്റ്റ് റീപർച്ചേസ് ഡേറ്റ് അവിടെ വളരെ വ്യക്തമായിട്ട് കമ്പനി ഡാഷ്ബോർഡ് തന്നെ കാണിച്ചു തരും. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഇതേ പ്രോസസ്സാണ് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ റീപർച്ചേസ്
ചെയ്യാനുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഡേറ്റ് അവനവൻ്റെ ID ഓപ്പൺ ചെയ്ത് നോക്കി ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, റീപർച്ചേസ് ചെയ്യുക. റീപർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റീപർച്ചേസ് ഇൻകം വാഷ് ഔട്ടാവും, റീപർച്ചേസ് PV വാഷ് ഔട്ടാവും. അതേപോലെ തന്നെ ടൂർ പാക്കേജിന് വന്നിരിക്കുന്ന ലോയൽറ്റി പോയിൻറ്റുകൾ വാഷ് ഔട്ടാവും. അതുകൊണ്ട് തന്നെ ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. 1100 രൂപ മുതലുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുക, റീറ്റെയിൽ ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക, ഈസിയായി ബിസിനസ് ചെയ്യുക. എല്ലാവർക്കും വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു.